ജനപ്രിയ ഷോപ്പിംഗ് ഫെസ്റ്റിവലായ വനിതാ ഉത്സവ് 2024ലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് ക്ഷണിച്ചു കൊണ്ടുപോകുന്നത്. എറണാകുളം മെറൈൻ ഡ്രൈവിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഫെബ്രുവരി 8 മുതൽ 26 തീയതി വരെയാണ് ഉള്ളത്. വീക്കെൻഡുകളിൽ രാവിലെ 11 മണി മുതൽ രാത്രി 9 വരെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടാവും. അതുപോലെ തന്നെ വീക്ക് ഡേയ്സിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ 9 മണി വരെ ആയിരിക്കും. തുടക്കത്തിൽ തന്നെ ഒരു സ്പെഷ്യൽ LED TV ആണ് ഉള്ളത്. ഗാലറി ഡിസൈൻ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ നൈസായിട്ടുള്ള ഫ്രെയിമാണ് ഇതിനുള്ളത്. ഭിത്തിനോട് ചേർന്നിരിക്കും, ഒട്ടും തന്നെ ഗ്യാപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കുറച്ച് റേറ്റും താരതമ്യേന കൂടുതലുമായിരിക്കും കേട്ടോ ഡിസൈൻ. പിന്നെ ഇതാ പാത്രം കഴുകാനുള്ള ഡിഷ് വാഷറൊക്കെ ഇവിടെ നല്ല ഡിസ്പ്ലേയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ട് മനസ്സിലാക്കി വാങ്ങിച്ചിട്ടില്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാനുള്ള ഒരു സൗകര്യം കൂടി ഇവിടെയുണ്ട്. എല്ലാത്തിനും ഓഫർ ഇട്ടിട്ടുണ്ട്. പിന്നെ പുതിയ മോഡൽ ഫ്രിഡ്ജുകളൊക്കെ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗോദ്രേജ് അൽമാരി മാതിരിയാണ്. ഈ തുറക്കുന്നത് ഫ്രീസറാണ്. ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ വന്നിട്ട് ഫ്രിഡ്ജാണ്. അപ്പോൾ 3/4 ഫ്രിഡ്ജും 1/4 ഫ്രീസറും വെർട്ടിക്കലി ഉണ്ട്. ഇതെല്ലാം സെൻസറാണ് കേട്ടോ. ഡോറൊക്കെ ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് വിരലൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റി ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ഇതാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ. 1,45,000 ആണ് ഇതിന് റേറ്റ് വരിക. ഈ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ഫ്രീസർ നമുക്ക് ഫ്രിഡ്ജായി കൺവേർട്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരുപാട് വാഷിംഗ് മെഷീനുകൾ, അങ്ങനെ ഹോം അപ്ലയൻസ് എല്ലാം ഉണ്ട്. ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെഷീനറീസും ഉണ്ട്. പിന്നെ കുറേ അധികം ഫർണിച്ചറിൽ ഇൻറ്റീരിയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫർണിച്ചറുകൾ എല്ലാം, ബെഡ്, എല്ലാ കാര്യങ്ങളും, ഡൈനിങ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 50 രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് അകത്ത് കയറുന്നത്. ഫുൾ എയർ കണ്ടീഷൻഡാണ്. നിങ്ങൾക്ക് വന്ന് നല്ല സൗകര്യാർത്ഥം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സ്പോട്ടിൽ നിന്ന് നമുക്ക് ബുക്ക് ചെയ്തിട്ട് വാങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ ഓഫർ കിട്ടും കേട്ടോ. അതാണ് ഈ വനിതാ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കോസ്മെറ്റിക്സ് എല്ലാം. ഈ മിലാപ്പ് എന്ന് പറയുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം കേട്ടോ. ഈ കാണുന്ന ഫർണിച്ചറൊക്കെ ഞാൻ കണ്ടപ്പോൾ പ്ലാസ്റ്റിക് ആണെന്ന് കേട്ടോ കരുതിയത്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും നോക്കാൻ വേണ്ടി പോവാം. ശരിക്കും പറഞ്ഞാൽ തടിയിൽ തന്നെ ചെയ്തിട്ടുള്ളതാട്ടോ. നമുക്ക് ടച്ച് ചെയ്ത് നോക്കിയാലൊക്കെ നന്നായിട്ട് അറിയാം. കാണുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ലുക്കാണ്, പക്ഷെ തടിയിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ എനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നും കേട്ടോ. ഒരു വെറൈറ്റിയാണ് ശരിക്കും. പിന്നെ ഒത്തിരി സോഫാസിൻ്റെ നല്ല നല്ല കളേഴ്സ് കേട്ടോ. ഇതൊക്കെ എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള നല്ല കംഫർട്ടബിളാണ് കേട്ടോ. സീറ്റിംഗ് ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇൻറ്റീരിയറിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് സ്പോട്ടിൽ ബുക്ക് ചെയ്ത് പോകാവുന്നതാണ്. നടുവേദനയൊക്കെ ഉള്ളവർക്ക് പറ്റിയ ബെഡാണ് കേട്ടോ ഇത്. 47,913. സ്പ്രിങ് എഫക്റ്റും ഉണ്ട്, സ്മൂത്തുമാണ്. നല്ലതാണ് ഇതിപ്പോൾ. ഇത് കുറച്ച് ഹാർഡാ. താഴോട്ട് അങ്ങനെ അധികം പോണില്ല, പക്ഷെ പുറം നല്ല സ്മൂത്താണ്. ഉള്ളിലേക്ക് കുറച്ച് ഉള്ളിലേക്ക് പോകുന്നുണ്ട്, സ്മൂത്തുമാണ്. നല്ലതാ. ഇതാ ഇഷ്ടം. വണ്ടികളുടെ ലോകം കിയ ഹാരിയർ. നല്ല കളറല്ലേ, സൂപ്പർ കളർ. എന്താ സ്മെല്ല്? പാക്കിന്റെ സ്മെല്ല്. 10 മിനിറ്റ്സ് ചാർജ് ചെയ്താൽ 2 hours വർക്കിംഗ്. എത്ര റേറ്റ്? 300. ചാർജബിൾ ഹോട്ട് ബാഗ്. ചാർജബിളാ? 1 hour charge, 6 hour use. Washable. Back side blow. കാറിലൊക്കെ കാണുള്ളൂ. ഫേഷ്യൽ മസാജർ. ഇത് നമ്മളിങ്ങനെ കാണുമ്പോൾ ജസ്റ്റ് ഒരു റോൾ ചെയ്ത് പോകുന്നെന്ന് നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാവുള്ളൂ. ഞാനും അങ്ങനെ തന്നെയാണ് ധരിച്ചിരുന്നത്. ഇപ്പോഴാട്ടോ ഞാൻ ഇത് ശരിക്കും യൂസ് ചെയ്ത് നോക്കിയത്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് വാക്കും ചെയ്യുന്നുണ്ട് നമ്മളുടെ സ്കിന്നും മസിലും എല്ലാം കൂടെ. നല്ലൊരു എഫക്റ്റ് ആട്ടോ. ऐसा ट्रे में डस्ट आएगा मैडम. ऐसा ट्रे में आएगा डस्टबिन में फेंकेंगे. ऐसा फाइन फाइन डस्ट आएगा. नो सेल, नो बैटरी, नो चार्ज. मैनुअल आइटम ओपन करेंगे, ऐसा ट्रे में डस्ट आएगा मैडम. ऐसा ट्रे में लेके आप डस्टबिन में फेंकेंगे. बैटरी है, मैनुअल आइटम. नो सेल, नो बैटरी, नो चार्ज. मैनुअल आइटम. आपसे बस अपने हैंड से रोटेट करना है. जितना रोटेट करेंगे उतना डस्ट आएगा. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വാക്യൂം ക്ലീനറിൻ്റെ ഒരു എഫക്റ്റ് തന്നെയാണുള്ളത്. ചെറുതിന് 190, വലുതിന് 290 എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. എത്ര നാൾ നിൽക്കുമെന്ന് അറിയില്ല. ബാറ്ററി ഒന്നുമില്ല, ചാർജബിളും അല്ല. ഇതാ വന്ന് അടുത്ത അതിശയിപ്പിക്കുന്ന ഐറ്റം. यहाँ से स्प्रे से निकालना अपने लिक्विड. फॉर्म से ऐसा रब करना है. कार बॉडी, कार ग्लास, डाइनिंग टेबल, सेंटर टेबल, किचन स्लैब, किचन टाइल. ये क्लीन भी करेगा और साथ के आप ड्राई भी करेगा मैडम. बाद में आपने कोई पेपर कपड़ा भी लगाना.
ये बॉटल आएगा, बॉटल में यहाँ पे फिल करना। ആ ബോട്ടിലിൽ സോപ്പ് വാട്ടറൊക്കെ ഫില്ല് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് നമുക്ക് കിച്ചൺ സ്ലാബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടപ്പുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഒട്ടും തന്നെ സ്മെല്ല് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ലിക്വിഡോ കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. ഫുള്ളി ഇത് ഈ സ്പോഞ്ചിൽ അബ്സോർബ് ചെയ്ത് ഒട്ടും തന്നെ താഴേക്ക് പോകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഞാനൊന്ന് ടച്ച് ചെയ്ത് നോക്കാനും ശ്രമിച്ചു. ശരിയാണ്, നല്ല ഹാർഡായിട്ടുള്ള സ്പോഞ്ചാണ്. ഇതായത് കണ്ടില്ല, തീ കത്തിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ഒന്നും പറ്റുന്നില്ല. ഇതിനകത്ത് വെള്ളമുണ്ട്, പക്ഷെ എന്നാൽ പോലും ഇങ്ങനെയാണ് ഇത്. എന്താ ഒരു മാജിക്. തുണി വാഷ് ചെയ്തെടുക്കുന്ന പോലെ വാഷ് ചെയ്തെടുക്കാമെന്ന് കേട്ടോ അവർ പറഞ്ഞത്. प्लेटफॉर्म कितना इसका? 235 मैम, डिस्काउंट में आपको 150 का आएगा मैम। സോളാറാ? സോളാർ എനർജിയിൽ കത്തുന്ന ലൈറ്റുകളാണ് കേട്ടോ. ഗ്യാരണ്ടി ഉണ്ട്. ഇവിടെ വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പകുതി വിലയ്ക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റും എന്നാണ് കേട്ടോ അവർ പറയുന്നത്. 5 വർഷം ഗ്യാരണ്ടി ഉണ്ട്. ഓ, എത്ര രൂപ? 1600 ഇവിടെ സബ്സിഡി 1600. ഇവിടെ 800. 5 വർഷത്തെ ഗ്യാരണ്ടി കിട്ടും. സോളാറാണല്ലേ? സോളാറാണ് കേട്ടോ. ഇത് മോഷൻ ലൈറ്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ മൂവിങ് ഉണ്ടാകുമ്പോഴാണ് ഈ ലൈറ്റ് കത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഇതും സോളാർ തന്നെ കേട്ടോ. ഇരുട്ട് ഇതിന് ഇരുട്ട് ഇരുട്ടായാലാണ് സെൻസ് ചെയ്യുള്ളൂ. ഇതാ തായ്ലൻഡ് ചെരുപ്പുകളുണ്ട് കേട്ടോ. വളരെ ഭംഗിയുള്ള ചെരുപ്പുകളാണ് കേട്ടോ. നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ ചെരുപ്പുകളാണ്. ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം 600 ആണ് ഓരോ പെയറിനും. ഏതെടുത്താലും 600 ആണ്. എല്ലാം ഒന്നിനൊന്ന് മനോഹരമാണ് കേട്ടോ. പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന അത്രയ്ക്ക് ഇങ്ങനെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള എന്നാൽ സിമ്പിളുമാണ്. അങ്ങനെയുള്ള ചെരുപ്പുകളാണ്. ഇവിടെ കത്തി കഠാര ആ ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ. നമ്മുടെ പ്ലാന്റ്സിനൊക്കെ ചെടികൾക്കൊക്കെ ഉള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. കാലത്തേക്ക് കിടക്കുമ്പോൾ അങ്ങോട്ട് പോകില്ലേ? ആണോ? ഇതൊക്കെ എങ്ങനെ റേറ്റ്? എത്ര? ജോഡി 30. ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. പക്ഷെ ഇതെല്ലാം എനിക്കിതിഷ്ടമായി. നല്ലതാണോ? ഉണ്ടോ? ആ ബ്ലാക്കും റെഡും എടുത്തോ. 90. ആ എൻ്റെ ഫേവറേറ്റ് കമ്മലൊക്കെ ഉണ്ടല്ലോ. ഞാല് ഇതൊക്കെ എൻ്റെ ഫേവറേറ്റാണ്. പിടിക്കുന്ന ഇതൊക്കെ എടുക്കുമോ? 2500. നല്ല ഷെയ്ഡല്ലേ? ലാവൻഡർ മൈ ഫേവറേറ്റ് കളർ. വേണ്ട തേങ്ങ തിരുവുന്ന മെഷീനാണ്. ഇവിടെ നിന്നാണെങ്കിൽ 2900 അല്ലെങ്കിൽ 3500 അല്ലേ? ഓക്കെ. വിവിധ ഇനം പപ്പടങ്ങളാണ് കേട്ടോ. നല്ല വെറൈറ്റി ടേസ്റ്റുകളാണ്. ഞാൻ കഴിഞ്ഞ തവണ വാങ്ങിയായിരുന്നു കേട്ടോ. ഇത് ഓണിയൻ അല്ലേ? റാഗി. ഇതിന് റാഗിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ പുട്ടുണ്ടാക്കിയിട്ട് കൊള്ളൂലായിരുന്നു. വിവിധ ഇനം രാജസ്ഥാനി അച്ചാറുകൾ, നോർത്ത് ഇന്ത്യൻ അച്ചാറുകൾ കേട്ടോ. നല്ല ഉപ്പായിരിക്കും. നല്ല രസമുണ്ടല്ലേ? പെൻ ഹോൾഡറായിട്ടൊക്കെ 150. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കിത് ഇഷ്ടമാണ്. ഒന്നിനും അല്ല പോകും. കോഴിക്കോടൻ ഹൽവാസ് ഉണ്ട്. കാന്താരി മുളക് പഞ്ചസാരയിൽ മുക്കി തിന്നണ പോലെ.
പൈനാപ്പിൾ. പല വെറൈറ്റി കാർപ്പറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള കേട്ടോ ഇതെല്ലാം. एक्सक्यूज मी, ये मटेरियल और साड़ी है? साड़ी भी बना सकते हैं, मटेरियल भी बना सकते हैं। कितना मीटर है? 151 मीटर है। अच्छा, और टॉप भी बनता है, ब्लाउज। हाँ, और ये सब साड़ी भी रहता है। 151 मीटर सारा। ये वाला दुपट्टा 350 का है, 300। अच्छा, ഈ ഇരിക്കുന്ന മെറ്റീരിയൽ എല്ലാം 1 മീറ്റർ 150 രൂപയാണ്. എല്ലാം സാരി ആയിട്ടും യൂസ് ചെയ്യാം, നമുക്ക് മെറ്റീരിയൽ ചുരിദാറൊക്കെ അടിക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് സാരിയാണ് കേട്ടോ. मधुबनी मैडम, बिहार का फेमस है। ये मधुबनी सिल्क, ये मसलिन सिल्क पे है। मसलिन, ये मधुबनी। वो कैसे? चंदेरी ये का हाँ नहीं, अच्छा देरी नहीं है, अजरक। अजरक प्रिंट है। कितना? ये भी 1500 है। 1500 1500। ठीक है भाई, थोड़ा देखने के 1 കിലോയ്ക്ക് 786. അപ്പം ഏറ്റവും ലൈറ്റ് വെയിറ്റ് എടുക്കുക. അപ്പം നമുക്ക് 1 കിലോയിൽ കുറച്ചെടുത്താലും കുഴപ്പമില്ല, ആണോ? ഓക്കെ, എന്തിനാ പറഞ്ഞു? എത്ര? 120. ഇത് ചുമ്മാ ഒന്ന് വെയിറ്റ് നോക്കിയതാണ് കേട്ടോ. 120 രൂപയ്ക്ക് വെയിറ്റ് അനുസരിച്ചിട്ടാണ് റേറ്റ്. 1 കിലോ ആണെങ്കിൽ 786. പിന്നെ ഇതാ ഇവിടെ 100 രൂപയ്ക്ക് ടീഷർട്ട് ഉണ്ട് കേട്ടോ. എല്ലാം നല്ല ഭംഗിയുള്ള ടീഷർട്ടുകളാണ് കേട്ടോ. 450. രാജസ്ഥാനി ക്ലോത്ത് ഹാൻഡ് എംബ്രോയിഡറി ബാഗാണ് കേട്ടോ. ചെടി മുരിങ്ങ ഇതിന് 20 രൂപ. അത്ര കച്ചവടക്കാരാണ് കേട്ടോ. സ്മെല്ല് വരട്ടെ നോക്ക്. കാട്, അവരുടെ കാട് വരിക. ഈ മാല നല്ല രസം. 280. ചക്കയുടെ ഔലോസൂരിയാണ്. ചക്കപ്പൊടി, അരിപ്പൊടി, എള്ള്, ജീരകം, മുളയരി, തേങ്ങാക്കൊത്തിൽ തയ്യാറാക്കുന്നു. ഷുഗർ ഉള്ളവർക്കും കഴിക്കാം. ചക്ക ഉണക്ക അല്ല, പച്ചച്ചക്കയാണ്. പച്ചച്ചക്ക ഉണക്കി പൊടിക്കുന്ന. മുളയരിയൊക്കെ വർഷത്തിലൊന്ന് മാത്രം വെക്കുന്ന. മുളയരി, ചക്കപ്പൊടി, എള്ള്, ജീരകം, തേങ്ങാക്കൊത്തൊക്കെ വെച്ച് ചെയ്യുന്ന. നല്ലതാ. പച്ചച്ചക്ക ഉണക്കി പൊടിച്ച് അരി, മുളയരി പൊടിച്ചിട്ടേക്കുക. അവലോസ് അപ്പൊ കിലോ 400 അല്ലേ? കിലോ 400. മുളയരിയൊക്കെ പൂക്കണ്ടേ ചക്ക. ഷോപ്പിംഗ് തീർന്നു കഴിഞ്ഞാൽ ദാ ഇവിടെ സ്റ്റേജ് ഷോസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈവനിങ് ആകുമ്പോൾ ഇത് സ്റ്റാർട്ടാവും. അത് പിന്നെ കുടുംബശ്രീക്കാരുടെ ഭക്ഷണമേളയുണ്ട്. ഇവിടെ നമുക്ക് കൂപ്പൺ എടുത്തിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിച്ച് കഴിക്കാം. കഴിച്ചുകൊണ്ട് തന്നെ പരിപാടികളൊക്കെ ആസ്വദിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കാം. പാഴ്സൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെയോ ആകാം കേട്ടോ. ഇതാണ് നെയ്പത്തിരി, ഇതാണ് ചിക്കൻ സുക്ക. നെയ്പത്തിരി വിത്ത് ചിക്കൻ സുക്ക. ഇതെന്താണ് അറിയില്ല. ഇതെന്താ ഇത്? വനസുന്ദരി. വനസുന്ദരി ചിക്കൻ. സുന്ദരി അല്ല, വനസുന്ദരി. അട്ടപ്പാടി മസാല. ആ അതെ, വനസുന്ദരി കോഴി. ഫ്രഷ് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ടിട്ടുള്ള പായസമാണ് കേട്ടോ. പഞ്ചനക്ഷത്ര പായസം. കരിക്ക് പായസം. ഇത് അടപ്രഥമൻ. ഇത് പരിപ്പ് പായസം.
ഞങ്ങൾ കോഴിയും പിടിയും പാഴ്സൽ ചെയ്യാം കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ. മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് വിത്തൗട്ട് ഷുഗർ, ആരോഗ്യകരമായ പാനീയം. കുറച്ച് ഡയറ്റിങ്ങിലാണ് കേട്ടോ, അപ്പോൾ അതൊന്ന് കഴിക്കാൻ പോവാണ്. ഫ്രൂട്ട്സിൻ്റെ റിയൽ സ്വീറ്റ്നെസ് ആണ് കേട്ടോ കിട്ടണത്. ഒറിജിനലാണ്, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഞാൻ കുറച്ച് ഐസ് ഇടിച്ചു. ഇത് മൺപാത്രങ്ങളാണ്. വളരെയധികം ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള നേരിയ മണൽത്തരികൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വളരെയധികം റേറ്റും ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ പ്രോഗ്രാം നടക്കുന്നിടത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ റൂഫൊന്നുമില്ല, ഓപ്പൺ എയർ ആണ്, നിറയെ നഴ്സറിയാണ്, ഒരുപാട് പൂച്ചെടികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫ്ലവർ ഷോയിൽ വന്ന് നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ എനിക്കിപ്പോൾ തോന്നുന്നത്. നല്ല ഭംഗിയുള്ള കുറേ പൂച്ചെടികളുണ്ട് കേട്ടോ. ഒത്തിരി വെറൈറ്റി ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ നല്ല റീസണബിൾ റേറ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മളൊരുമിച്ചുള്ള ഷോപ്പിംഗ്? ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ചേക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.